യെസ്, കമ്മീഷണർ മുകുന്ദൻ മേനോൻ ഹിയർ. മുകുന്ദ, താനാ അയ്യപ്പൻ നായരുടെ മകന്റെ കാര്യം ഒന്ന് ശരിയാക്കി കൊടുക്ക്. സാധുക്കളല്ലേ, പിഴച്ചു പോകടോ. പിഴച്ചു പോയതാണ് സാർ പ്രശ്നം. അവൻ ക്രിമിനലാ. ഇപ്പൊ തന്നെ അവന്റെ പേരിൽ 4-5 കേസുണ്ട്. സാർ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടല്ലേ. റിട്ടയർഡ് DGP, അവന്റെ അമ്മയുടെ റെക്കമെൻഡേഷൻ. അയാൾ ഫോൺ കട്ട് ചെയ്തു. യൂസഫേ, താൻ നമ്മുടെ മട്ടാഞ്ചേരിയിലെ പിള്ളേരെ ഒന്ന് വിളിപ്പിക്കേ. സർ. പബ്ലിക് റോഡിൽ അവനെ എവിടെ കണ്ടാലും കൈകാര്യം ചെയ്യാൻ പറ. ബാക്കി താൻ നോക്കിക്കോണം. യെസ് സർ. അവനെ ഞാൻ SI ആക്കാം. ചേട്ടാ, ഇവന്മാരെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പിടികിട്ട പുള്ളികളെന്ന് പോലീസ് ഡിക്ലെയർ ചെയ്തോരാ. പുറത്താരെങ്കിലും കണ്ടോ? ഇല്ല സർ. താൻ പൊയ്ക്കോ സർ. ലോകൈക ഗുണ്ടകളാന്ന ഭാവം. എടാ കോപ്പയെ തലയെടുക്കാൻ പറഞ്ഞ തലയെടുക്കണം. ചുമ്മാ മാന്തിയിട്ട് വന്നിരിക്കുന്നു ഇഡിയറ്റ്സ്. എന്താ ഒരുത്തിനും മിണ്ടാത്തത്? കണക്ക് പറഞ്ഞ് കാശ് മേടിക്കാൻ ഭയങ്കര നാക്ക. കൈക്ക് 50, കാലിന് 100, തലയ്ക്ക് 1,00,000. ഒരു കൊട്ടേഷൻകാര്. എടാ, കാശ് മേടിച്ചാ പണി ചെയ്യണം. യൂണിയൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയായതുകൊണ്ട് അയാളോട് 3-4 പേരുണ്ടായിരുന്നു. നേതാവിന്റെ കൈയും കാലും വെട്ടുമ്പോ കൂടെ ഉള്ളവർ ചിതറി ഓടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവന്മാര് ചെറുത്തു വന്നു. പിന്നെ അവന്മാരെ വിരട്ടി ഓടിച്ചു വന്നപ്പോഴേക്കും പവർ കട്ട് മാറി കറണ്ടും വന്നു. കറണ്ട് വന്നതും പവർ കട്ടൊന്നും എനിക്കറിയണ്ട. പറഞ്ഞത് നടന്നിരിക്കണം. ആൾക്കാർ ഓടിക്കൂടി ഞങ്ങളെ തിരിച്ചറിഞ്ഞ സാറാണ് ജയിച്ചതെന്ന് പറയും. അത് പേടിച്ച ഉടനെ തന്നെ തലയെടുക്കണമെങ്കിൽ ആശുപത്രി കയറി വെട്ടിയേക്കാം. അതിന്റെ ആവശ്യമാണെന്ന് തോന്നുന്നില്ല. 1-2 വെട്ട് നെഞ്ചത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി മുഴുവിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെട്ടിക്കേറി കൊല്ലാൻ മാത്രം എന്ത് തെറ്റാ മനുഷ്യൻ ചെയ്തത്? അങ്ങയുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ നടക്കുന്ന 6ാമത്തെ രാഷ്ട്രീയ കൊലപാതകമാണിത്. മന്ത്രി കൂടിയായ അങ്ങയ്ക്ക് ഇതിൽ ധാർമ്മിക ഉത്തരവാദിത്വമൊന്നുമില്ലേ? കുട്ടി പ്ലീസ്, ആദ്യം ഞാൻ അച്യുതന്റെ വൈഫിനെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കട്ടെ. എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ് സർ? നാടിനു വേണ്ടി ഭർത്താവ് ധീര രക്തസാക്ഷിയായതിൽ അഭിമാനിക്കുന്നു. അതോ അച്യുതനെ കൊന്നവരെ നമുക്ക് നാളെ തന്നെ തിരിച്ചു കൊല്ലാമെന്നോ? മൈൻഡ് യുവർ വേർഡ്സ്. ഹലോ, ഓവർ സ്മാർട്ട് ആകണ്ട. നിങ്ങൾ പത്രക്കാരും TV-കാരുമാണ് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പെരുപ്പിച്ച് വർഗീയ ലഹള വരെ ഉണ്ടാക്കുന്നത്. അത് പുതിയൊരു അറിവാണല്ലോ സർ. നീ ആരാടി? മദർ തെരേസയുടെ കൊച്ചുമോളോ? സൂക്ഷിച്ച് സംസാരിക്കണം. ഈ തിരുമൊഴി ഷൂട്ട് ചെയ്ത് ഞാൻ TV-യിൽ കാണിച്ചാലുണ്ടല്ലോ, ഹേമന്റെ തൊപ്പി ചിലപ്പോ തെറിച്ചു പോകും. കുട്ടി, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എന്റെ പാർട്ടിയുടെ ട്രേഡ് യൂണിയൻ നേതാവാണ് കൊല്ലപ്പെട്ടത്. പോസ്റ്റ്മോർട്ടം ചെയ്ത് എത്രയും പെട്ടെന്ന് ബോഡി വിട്ട് കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതൊരു വലിയ സഹായം തന്നെയാണ് സർ. ആട്ടെ, ഈ സിറ്റി പോലീസ് കമ്മീഷണർ മുകുന്ദൻ മേനോൻ സാറിന്റെ ചേട്ടനല്ലേ? അതെ. കമ്മീഷണറുടെ ഒത്താശയോടെയാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് ഒരു ജനസംസാരം ഉണ്ടല്ലോ. കൊള്ളാം, വെരി ഗുഡ്. അപ്പൊ കമ്മീഷണർ മുകുന്ദന് ഗുണ്ടായുസം ഉണ്ടോന്ന് പത്രക്കാർക്ക് ചെറിയ സംശയം ഉണ്ടല്ലേ? ആ സംശയം അത്ര നിസ്സാരമായി കാണണ്ട. നമ്മളാണ് നേതാവ് അച്യുതനെ കൊല്ലിച്ചതെന്ന ന്യൂസ് എങ്ങാനും വെളിയിൽ വന്നാൽ മുഖ്യമന്ത്രി എന്റെ രാജി ആവശ്യപ്പെടും. അതോടെ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിക്കും. ഒന്ന് പോവാൻ പറടാ. നിന്റെ മുഖ്യൻ എന്നാ കോപ്പറിയാം? ഒരു പുണ്യാളൻ. എടാ, ഇന്ന് ഗുണ്ടാപ്പടയും ഗ്രൂപ്പസും ഇല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ നിലനിൽക്കാൻ പറ്റില്ല. പിന്നെ ചത്ത നേതാവ് അച്യുതൻ നിന്റെ തന്നെ പാർട്ടിക്കാരൻ നേതാവല്ലായിരുന്നോ? അയാളെ നമ്മൾ കൊല്ലിച്ചെന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കൂ? ഒരിക്കലുമില്ല. നേതാവ് അച്യുതന് ചാകാനായിരുന്നു വിധി. അല്ലെങ്കിൽ പിന്നെ കമ്പനി മാനേജ്മെന്റുമായി ഉണ്ടാക്കിയ ധാരണ പ്രതിപക്ഷ യൂണിയൻ പോലും അംഗീകരിച്ചിട്ടും അവനല്ലേ ദഹിക്കാഞ്ഞത്? എത്ര ലക്ഷം വരെ നമ്മൾ അവൻ ഓഫർ ചെയ്തതാ. അപ്പൊ അവൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, തൊഴിലാളികളെ വഞ്ചിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ എല്ലാ പത്രത്തിലും പരസ്യമായിട്ടങ്ങ് എഴുതുമെന്ന്. ഇനിയിപ്പോ അവൻ പരലോകത്തെ പത്രത്തിൽ പോരുന്ന് എഴുതട്ടെ. ആ കുർല കമ്പനിക്കാര് പറഞ്ഞ കാശ് കൃത്യമായി തന്നോ? കൃത്യമായിട്ട് കിട്ടി. രൂപ 2.5 കോടിയും കാറിന് ടിക്കലുണ്ട്. ആദ്യം 1 ലക്ഷം രൂപ മന്ത്രിയുടെ സംഭാവനയായിട്ട് മരിച്ച അച്ഛന്റെ ഫാമിലിക്ക് നൽകിയത്. കൊന്ന പാവം അപ്പോഴങ്ങ് തീരും. വണ്ടി അങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇപ്പോ. ശരി സാർ.
താൻ ആരോട് ചോദിച്ചിട്ട് അകത്ത് കയറിയത്? ആര് തടഞ്ഞാലും ഇന്ന് അങ്ങേ കാണണമെന്ന് കരുതി തന്നെയാ വന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് മനുഷ്യജന്മത്തിൽ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി നരകയാതന അനുഭവിക്കുന്നവനാ ഞാൻ. അർഹതയില്ലാത്ത ഒരു ചായ പോലും ആരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുടിക്കാതെ സത്യസന്ധമായി ഞാൻ ജോലി ചെയ്തു. എന്നെ അഴിമതിക്കാരെന്ന് മുദ്ര കുത്തി ഡിസ്മിസ് ചെയ്തപ്പോഴും, തീരാത്ത പകയുമായി ആക്രമിച്ച് കയ്യും കാലും തല്ലിയൊടിച്ചപ്പോഴും ഞാൻ ആരെയും പഴിച്ചിട്ടില്ല. വിധിയെന്നോർത്ത് സമാധാനിച്ചു. എന്നോടുള്ള വൈരാഗ്യം തീർന്നിട്ടില്ലെങ്കിൽ ഇതാ ഇനിയും തീർത്തോളൂ. എന്റെ മകനെ വെറുതെ വിടുക. ഞാൻ ആ കാല് പിടിക്കാം. അവന്റെ ജീവിതം തകർക്കരുത്. കാല് പിടിച്ചില്ലെങ്കിലും അന്ന് ഞാനും തന്നോട് കെഞ്ചി എന്റെ പേര് വെളിപ്പെടുത്തരുതെന്ന്. ഓർക്കുന്നുണ്ടോ താൻ? താൻ എന്താന്ന് പറഞ്ഞത്? കള്ളം പറയാൻ തനിക്ക് ആവില്ലെന്ന്. ഒന്നെ കഴിവറ മോനെ, ആ സ്പിരിറ്റ് കേസിൽ എനിക്ക് നഷ്ടപ്പെട്ടത് കോടികളാ. എന്റെ കുടുംബത്തിന്റെ പ്രസ്റ്റീജാ. സസ്പെൻഷനും അറസ്റ്റും ജയിൽവാസവും. നിനക്കോ ഡിപ്പാർട്ട്മെന്റിൽ സത്യവാൻ അയ്യപ്പനായിരുന്ന ഷെവലിയാർ പട്ടം. ആ കേസില്ലായിരുന്നെങ്കിൽ ഇന്ന് DGP ആവണ്ടാണ് ഞാൻ. അന്ന് പിടിച്ച ലോറികളെല്ലാം സാറിന്റെ പേരിലായിരുന്നു വ്യക്തമായ തെളിവുണ്ടായിരുന്നു സർ. തെളിവുകൾ മിണ്ടരുത്. എല്ലാവരും എനിക്ക് അനുകൂലമായി കോടതിയിൽ മൊഴി നൽകിയപ്പോ നീ മാത്രം എനിക്കെതിരായി പറഞ്ഞു. അതിനെന്നെ പരമാവധി ശിക്ഷിച്ചില്ലേ? ഒരു നയാ പൈസ പെൻഷൻ കിട്ടാതെ, കൂലിവേല ചെയ്ത പോലും കുടുംബത്തെ പോറ്റാനാവാതെ എന്നെ കൊല്ലാക്കൊല ചെയ്തില്ലേ? അതുപോലെ പോരാ, നിന്റെ കുടുംബം ഞാൻ കുടം തോണ്ടും. നിന്റെ മോനെ നിനക്ക് സബ് ഇൻസ്പെക്ടർ ആക്കണോ അല്ലേ? ആക്കാവടാ. അവനെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ക്രിമിനലാക്കും ഞാൻ. ഇന്നും അങ്ങ് എന്റെ മേലധികാരിയായിട്ട് കാണുന്നവനാണ് ഞാൻ. എന്റെ അപേക്ഷ കേൾക്കണം. എന്റെ മോൻ സബ് ഇൻസ്പെക്ടർ ആകുന്ന കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എന്നെ അനുവദിക്കണം. യൂസഫേ, ഇയാളെടുത്തിട്ട് പോ. Stupid.